തെരയിളക്കം co-presented by Berger Paints 100 years of trust powered by ICL FinCorp. ICL FinCorp, the intelligent choice. നമസ്കാരം. ഈ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി തെരയിളക്കം ആരംഭിക്കുന്നു. വികസനത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദി എത്ര നാൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമെന്ന ചോദ്യമാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് ഉന്നയിച്ചത്. നൈനിറ്റാളിലെ രാംനഗറിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഈ ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യം രാജ്യവ്യാപകമായി ചർച്ചയാവുകയാണ്. BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക നാളെ പുറത്തിറങ്ങും. ഒപ്പം തന്നെ UDF BJP കൂട്ടുകെട്ടിനെ മറികടന്ന് ആറ്റിങ്ങലിൽ താൻ വിജയിക്കും എന്ന് LDF സ്ഥാനാർത്ഥി വി ജോയ് എന്ന് ന്യൂസ് 18 പറഞ്ഞു. ഒപ്പം മറ്റ് ജില്ലകളിലെയും തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. തുടങ്ങാം തിരയിളക്കം. തെരയിളക്കം co-presented by Berger Paints 100 years of trust powered by ICL FinCorp. ICL FinCorp, the intelligent choice. BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക നാളെ പുറത്തിറങ്ങും. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കുമുള്ള പദ്ധതികൾ ഉണ്ടാകും എന്നാണ് സൂചന. സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന മുദ്രാവാക്യത്തിലൂന്നിയ പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉള്ളതെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 400-ലധികം സീറ്റുകൾ നേടുക എന്നതാണ് BJP നയിക്കുന്ന NDAയുടെ ലക്ഷ്യം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ സുവി വിശ്വനാഥൻ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, BJPയുടെ പ്രകടന പത്രിക സ്വാഭാവികമായും പ്രധാനമായി സാധാരണക്കാരെ ഊന്നിക്കൊണ്ടുള്ളതാകും എന്നാണോ കരുതേണ്ടത്? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ പരിഗണനയുണ്ടാകും എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള മാർഗരേഖ കൂടിയാകും ഈ പ്രകടന പത്രിക എന്നാണോ വിലയിരുത്തപ്പെടേണ്ടത്? മനു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പായി ഇപ്പോൾ BJP പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. നാളെ രാവിലെയാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. രാവിലെ 8:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ JP നദ്ദ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 പേരും ചേർന്നായിരിക്കും ഈ പ്രകടന പത്രിക പുറത്തിറക്കുക. സങ്കൽപ് പത്ര എന്ന പേരിലാണ് BJP ഇത്തവണ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. അതിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ, പാവപ്പെട്ടവർ, കർഷകർ, യുവാക്കൾ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ പരിഗണന ഉണ്ടാകും എന്നാണ് BJP പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ബജറ്റ് പ്രഖ്യാപന വേളയിലെല്ലാം തന്നെ ഈ 4 വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ടാണ് തങ്ങൾ വികസനവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് BJP അറിയിച്ചിരുന്നത്. അതിൽ ഒരു കാര്യം, ഈ സങ്കല്പ പത്രത്തിന് മുന്നേ ഇറങ്ങിയ കോൺഗ്രസിന്റെ ന്യായ് പത്രത്തിൽ പ്രത്യേകിച്ച് ഇത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള അതുപോലെ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ കുടുംബങ്ങളിലേക്ക് ഒരു വർഷം 1 ലക്ഷത്തോളം രൂപ വരുമെന്ന വലിയ ഒരു ഗ്യാരണ്ടിയാണ് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനെ മറച്ചു വയ്ക്കുന്ന, അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള പ്രകടന പത്രികയായിരിക്കും പുറത്തിറക്കുക എന്ന് നേരത്തെ മുതൽ തന്നെ BJP അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ആയിരിക്കുമോ എന്ന് അത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പറയുന്നത് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രകടന പത്രികയായിരുന്നു. 5 ന്യായ് 25 ഗ്യാരണ്ടി എന്നായിരുന്നു കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്നതിൽ ഊന്നിയാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. എങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി വികസിത ഇന്ത്യ 2047 എന്ന പേരിലാണ് ഇപ്പോൾ BJP പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. ഇതിന് 4 ലക്ഷത്തോളം നിർദ്ദേശങ്ങൾ BJP സ്വീകരിച്ചിരുന്നു. രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ സമിതി, ഇതിനോടകം തന്നെ അദ്ദേഹം അധ്യക്ഷനായ 27 അംഗ സമിതിയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. നാളെ ഈ പ്രകടന പത്രിക പുറത്തിറക്കുകയും ചെയ്യും. പുറത്തിറങ്ങിയാൽ എത്രത്തോളം എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത്. സൂചിപ്പിച്ച പോലെ രാജ്നാഥ് സിംഗ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. നിർമ്മല
സീതാരാമൻ കോർഡിനേറ്ററായിരുന്നു. പീയൂഷ് ഗോയൽ മറ്റൊരു പ്രധാന പങ്കുവഹിച്ച് സഹ കോർഡിനേറ്ററായി ഉണ്ടായിരുന്നു. 30-ലധികം ആളുകൾ ഉൾപ്പെട്ട ഒരു സമിതി സുവി സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകളിൽ നിന്ന്, ദശലക്ഷം ആളുകളിൽ നിന്ന് അവർ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞു. അതുപോലെ പ്രത്യേക ആപ്പ് വഴി മോദി ആപ്പ് വഴി ഈ വിവരങ്ങൾ എന്തൊക്കെ ആളുകളുടെ ആവശ്യം എന്നതിനെ സംബന്ധിച്ച് ആരാഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്താനൊക്കെയുള്ള വലിയ ശ്രമം ഈ പ്രകടന പത്രികയുടെ ഭാഗമായി ഉണ്ടാകും എന്ന് വ്യക്തവുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജന്മദിനത്തിൽ കൂടിയാണ് ഈ പ്രകടന പത്രിക പുറത്തു വരുന്നത്. പിന്നോക്ക വിഭാഗങ്ങളെ BJPയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമം പാർട്ടി പല ഘട്ടങ്ങളിലായി നടത്തുന്നു. പലയിടങ്ങളിൽ അത് വിജയിച്ചു എന്ന് പാർട്ടി അവകാശപ്പെടുന്നുമുണ്ട്. അംബേദ്കറെ പട്ടേലിന് ശേഷം BJP കൂടുതൽ ശക്തിയോടുകൂടി സ്വന്തമാക്കുന്നു എന്ന് വേണോ കരുതാൻ? സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടി വരും. പ്രത്യേകിച്ചും അംബേദ്കറിന്റെ ഓർമ്മിക്കപ്പെടുന്ന ദിവസത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രകടന പത്രിക പുറത്തിറക്കുന്നത് എന്നത് ഏറ്റവും എടുത്തു പറയണം. പക്ഷേ ഒപ്പം തന്നെ അതിൽ പറയുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രകടന പത്രികയെങ്കിൽ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്പർശിക്കുന്നതായിരിക്കും BJP പ്രകടന പത്രിക എന്നാണ് പ്രധാനമായും കരുതുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും 4 വിഭാഗങ്ങളിൽ തിരിച്ചുകൊണ്ട് അവരുടെ വികസനം ലക്ഷ്യമാക്കുക എന്നതാണ് BJP ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, കർഷകർ, പാവപ്പെട്ടവർ, യുവാക്കൾ ഇവർക്കെല്ലാം തന്നെ മികച്ച പരിഗണന നൽകുന്ന തരത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് രൂപം നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രത്യേകിച്ചും 2019 ഇപ്പോൾ 19-ാം തീയതിയാണ് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട് ഏറ്റവും അധികം BJP ഇത്തവണ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കണം എന്നൊരു കാര്യം. മറ്റൊരു ഒരു പ്രധാന കാര്യം, ഈ പ്രകടന പത്രികകളെ കുറിച്ച് BJP പ്രകടന പത്രികകളെ കുറിച്ച് പറയുമ്പോൾ ഓർത്തുപോകുന്നത് 2004 തൊട്ട് ഈ പ്രകടന പത്രികകളിൽ എപ്പോഴും അത് ആദ്യം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ നോക്കുന്നത് അതിൽ വിവാദപരമായി എന്തൊക്കെ ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ 2004 പ്രകടന പത്രിക ഇറങ്ങിയപ്പോൾ അതിൽ രാം ജന്മഭൂമി ഉണ്ടോ, അതുപോലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുമെന്ന കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ സഗൗരവം നോക്കിയിരുന്നു. അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ 2019-ലും ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ നോക്കിയിരുന്നു. പക്ഷേ ഈ പ്രകടന പത്രികയിൽ അതിനെന്തെങ്കിലും സാധ്യത, കാരണം അത് കഴിഞ്ഞു, രാം ജന്മഭൂമി ക്ഷേത്രം അത് നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി കുറേ കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് എന്നത് ഒരു വശത്ത്, ആർട്ടിക്കിൾ 370 റദ്ദാക്കുക എന്ന BJPയുടെ കാലങ്ങളായുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം അതും നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് പൗരത്വ നിയമമാണ്, അതും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിവാദപരമായ എല്ലാ ഇത്തരം പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി പുതിയ എന്തെങ്കിലും വിവാദ പ്രഖ്യാപനങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്ക് ഒരു സംശയമുണ്ടാകാം. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണോ ഇത്തവണ കരുതേണ്ടത്? മനു, ഏറെ നാളുകളായി നമുക്കറിയാം, വർഷങ്ങളായി BJP പ്രകടന പത്രികയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളായിരുന്നു രാമജന്മഭൂമി, രാമക്ഷേത്ര നിർമ്മാണം, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം, ഒപ്പം തന്നെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ 370 റദ്ദാക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം തന്നെ BJP നിറവേറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ CAA-യുമായി മുന്നോട്ട് പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഒപ്പം ഇതിൽ എന്തെങ്കിലും വിവാദപരമായ കാര്യങ്ങൾ BJP ഉയർത്തുമോ എന്നത്, അതായത് അടുത്ത ലക്ഷ്യം എന്താണ് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം കൂടെ നൽകുന്നതായിരിക്കും ഇത്തവണത്തെ പ്രകടന പത്രിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി മോദിയുടെ ഗ്യാരണ്ടിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികളാണ് പ്രധാനമായും നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം തന്നെ പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. പ്രത്യേകിച്ചും 2047 ഇന്ത്യയെ ഒരു വികസിത ഇന്ത്യയാക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കുക, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് വലിയ തോതിലുള്ള പരിഗണന നൽകുക, അതിനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ വിവാദമായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് അവരുടെ ഒരു നീക്കം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് തന്നെയായിരിക്കും പ്രകടന പത്രിക. അത് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ CAA സംബന്ധിച്ച് ഈ ന്യായ് പത്ര പുറത്തിറക്കിയപ്പോൾ CAA സംബന്ധിച്ച് കോൺഗ്രസ് ഒന്നും
തന്നെ മിണ്ടിയില്ല എന്നൊരു വിമർശനം CPM-ന്റെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. CPM-ഉം CPI ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ നേരത്തെ തന്നെ പ്രകടന പത്രികകൾ പുറത്തിറക്കിയിരുന്നു. അവരുടെ പ്രകടന പത്രികകളിൽ പ്രധാനമായും CPM-ന്റെ പ്രകടന പത്രികയിലും CPI-യുടെ പ്രകടന പത്രികയിലും ഉൾപ്പെടെ പ്രധാനമായും പറഞ്ഞത് ഈ CAA പിൻവലിക്കും, അതുപോലെ തന്നെ UAPA പിൻവലിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് CAA സംബന്ധിച്ചൊരു പ്രസ്താവന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ മൗനം പാലിച്ചത് എന്നൊരു ചോദ്യം CPM-ന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നാളെ 8:30 BJP പ്രകടന പത്രിക പുറത്തിറക്കുക. ഒരു പ്രകടന പത്രിക എന്നതിനപ്പുറം എന്താണ് BJP-യുടെ ഭാവി നീക്കങ്ങൾ എന്നത് വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിലുള്ള പത്രികയായിരിക്കും പുറത്തിറക്കുക. മനസ്സിലാക്കേണ്ടത്. അതെ, വളരെ നന്ദി സുവി. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. നാളെ ഈ NRCയെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ എന്നായിരിക്കും പൊതുവെ മാധ്യമപ്രവർത്തകരെല്ലാം ഉറ്റുനോക്കുന്നത് എന്ന് തോന്നുന്നു. മറ്റൊരു പ്രധാന സംഭവം ഉണ്ടായിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ റാലിയിൽ നിന്നാണ്. വികസനത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദി എത്രനാൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. 10 വർഷമായി ഭരണത്തിലില്ലാത്ത പാർട്ടിയെയാണ് ഭരിക്കുന്ന പാർട്ടി കുറ്റം പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദീർഘദർശനം കാരണമാണ് ഇന്ത്യയിൽ IIT-കളും IIM-കളും സാധ്യമായത്. എന്നിട്ടും 75 വർഷമായി രാജ്യത്ത് ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് BJP-യുടെ ആരോപണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ റാംനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. ഇനി നമുക്ക് വയനാട് മണ്ഡലത്തിലേക്ക് വരാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റും UDF കൺവീനറുമായ MM ഹസൻ വ്യക്തമാക്കി. ഈ തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ സാഹചര്യം പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പതാകകൾ ഉപയോഗിക്കാമെന്നും ഹസൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്നാണ് MM ഹസൻ മറുപടി നൽകിയത്. കൂടുതൽ വിവരങ്ങൾ CB അനുമോദ് നൽകും. അനുമോദ്, ഈ പതാക ഒരു വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുമോദും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു. പതാകകൾ അവിടെ ലീഗിൻ്റെ കണ്ടത് ഉത്തരേന്ത്യയിൽ വലിയ തർക്ക വിഷയമായി. അത് രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ ഒരു തിരിച്ചടി ലഭിക്കുന്നതിന് വരെ വഴിവെച്ചു എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തവണ ആ പതാകകളൊക്കെ മാറ്റി, ലീഗിൻ്റെതൊപ്പം കോൺഗ്രസിൻ്റെയും മാറ്റി, വളരെ ഒരു ജാഗ്രതയോടുകൂടിയാണോ കോൺഗ്രസിൻ്റെ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? മനു, കഴിഞ്ഞ തവണ ലീഗിന്റെ പതാകകൾ ഉപയോഗിച്ചുള്ള റോഡ് ഷോകളും റാലികളും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല തിരിച്ചടി ഉണ്ടാക്കിയത്, അത് കോൺഗ്രസിന് ഒന്നാകെ ഉത്തരേന്ത്യയിൽ തിരിച്ചടി ഉണ്ടാക്കി. കാരണം BJP ആ വിഷയം പാകിസ്ഥാന്റെ പതാക രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം ആണ് ഉത്തരേന്ത്യയിൽ വ്യാപകമായി നടത്തിയത്. അത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിന് ദോഷം ചെയ്യുകയും ചെയ്തു. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ്, മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഒരു ജാഗ്രതയോടെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി വന്ന ദിവസം 3-ാം തീയതി അദ്ദേഹം വന്നപ്പോൾ നടത്തിയ റോഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ മുഖം മാത്രമുള്ള ഫോട്ടോ ഉപയോഗിച്ചുള്ള പ്ലക്കാർഡുകൾ മാത്രമാണ് ഉപയോഗിച്ചത്. മറ്റൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേ അന്ന് ഈ കേരളത്തിൽ ഇതിനെതിരെ വലിയ വിമർശനമുണ്ടായി. ഇടതുപക്ഷവും BJP-യും ഒക്കെ വിമർശനം ഉയർത്തിയെങ്കിലും ദേശീയ തലത്തിൽ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എടുത്ത ഈ തീരുമാനം കോൺഗ്രസിന് ദോഷം ചെയ്തില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. കാരണം അന്നത്തെ റോഡ് ഷോയിൽ എവിടെയെങ്കിലും ഒരു ലീഗ് പതാകയോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ BJP അത് ദേശീയ തലത്തിൽ വലിയ പ്രചരണ വിഷയമാക്കിയേനെ എന്ന് കോൺഗ്രസിന് മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാം. അപ്പോൾ ദേശീയ തലത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല. കേരളത്തിൽ വിമർശനങ്ങൾ BJP-യും ഇടതുപക്ഷവും ഒക്കെ ഉന്നയിച്ചെങ്കിലും അതൊക്കെ ഒരു 2-3-4 ദിവസം കൊണ്ട് അങ്ങ് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോഴും അത് കത്തി നിൽക്കുന്ന ഒരു വിഷയമല്ല എന്നത് തന്നെ അന്ന് കോൺഗ്രസ് എടുത്ത തീരുമാനം അവർക്ക് ഗുണം ചെയ്തു എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല അനുമോദ്, ഇതിൽ പക്ഷേ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഒരുപക്ഷെ ഈ ഉത്തരേന്ത്യക്കാർക്ക് നമ്മുടെ മുസ്ലിം ലീഗിനെ പറ്റി വലിയ ധാരണയില്ല. അവർക്കറിയുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗാണ് ഇന്ത്യ വിഭജനത്തിന് കാരണമാക്കി പാകിസ്ഥാനിലേക്ക് ഒരു ജനങ്ങളെ മുഴുവൻ കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള നടപടികൾ നടത്തിയ ജിന്നയുടെ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് അറിയുന്നത്. പക്ഷേ ഈ ചിഹ്നം വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ വിവാദമാകും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കോണി അല്ലെങ്കിൽ ഏണി എന്നുപയോഗിക്കുന്ന ആ ചിഹ്നം അത് വലിയ തർക്കത്തിന് വഴിവെക്കില്ല എന്ന് വിചാരിക്കാം, അല്ലേ?
തീർച്ചയായും മനു, കോണി ലാഡർ അതൊരു ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഉന്നതങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് കയറി പോകുന്നതിന്റെ ഒരു അടയാളം, അവരുടെ വളർച്ചയ്ക്കുള്ള അടയാളം. അത്തരത്തിലൊരു മെസ്സേജാണ് ഈ കോണി ചിഹ്നത്തിന്റെ പിന്നിൽ തന്നെ ഉള്ളത്. ഉത്തരേന്ത്യയിൽ ഒരുപക്ഷെ ഈ കോണി ചിഹ്നമൊന്നും ഒരു വ്യക്തമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് കൃത്യമായ ധാരണയുള്ള ഒന്നാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിഹ്നം ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. കൈപ്പത്തിക്കൊപ്പം കോണിയും അതേപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളുടെ ചിഹ്നങ്ങളൊക്കെ നിരക്കുമ്പോൾ അതൊരു സാധാരണ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് കരുതുന്നു. പക്ഷേ ഈ ചന്ദ്രക്കലയുള്ള അർദ്ധചന്ദ്രാങ്കിത ചന്ദ്രക്കലയുള്ള പച്ച നിറത്തിലുള്ള പതാക വീശുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ BJP ദുരുപയോഗം ചെയ്യും എന്ന മുൻവിധി അല്ലെങ്കിൽ അത്തരം ഒരു മുന്നനുഭവം കോൺഗ്രസിന് ഉള്ളത് കൊണ്ടാണ് അവർ ഈ ജാഗ്രത പുലർത്തുന്നത്. ചിഹ്നത്തെക്കാൾ കൂടുതൽ പതാകയാണ് ഇവിടെ കഴിഞ്ഞ തവണ വിവാദമായത്. നമുക്ക് തന്നെ ഇത്തവണ പച്ച പതാകയ്ക്ക് പകരം പച്ച ബലൂണുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമായിരിക്കാം ലീഗ് പ്രവർത്തകർ. കോൺഗ്രസുകാർക്ക് പിന്നെ 3 ത്രിവർണ്ണ ബലൂണുകളും ഉപയോഗിക്കാം അല്ലേ? തീർച്ചയായും ത്രിവർണ്ണ ബലൂണുകളിൽ ഈ പച്ച കൂടി ഉൾപ്പെടുത്തുമ്പോഴും അതൊരു പ്രശ്നമാകുന്ന കാര്യമല്ലല്ലോ. അത് പച്ചയും ഈ ത്രിവർണ്ണത്തിന്റെ കൂടെ ഉള്ളതാണെന്ന് വേണമെങ്കിൽ ഒരു വിവാദം വന്നാലും അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രശ്നമാവുന്ന കാര്യമില്ല. എന്താണെങ്കിലും ഈ കോൺഗ്രസിന്റെ നിലപാട് ദേശീയ തലത്തിൽ അവർക്ക് ഏറെ ഗുണകരമാകും. സംസ്ഥാന തലത്തിൽ വീണ്ടും ഇത് ഒരുപക്ഷെ ഇടതുപക്ഷവും BJPയും ഒക്കെ ഇക്കാര്യം വീണ്ടും വിമർശന വിധേയമായിട്ട് സംസാരിക്കും. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഇതിനെ ചൊല്ലി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ BJP ആണെങ്കിലും ഇതൊരു വിമർശന പരിഹാസത്തിന് വിഷയമാക്കിയേക്കാം. പക്ഷെ അതിലൊന്നും ഈ UDFനെ സംബന്ധിച്ച് ഒരു തളർച്ചയോ ഒരു കുഴപ്പമോ ഉണ്ടാകുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു 3-4 ദിവസം ഇതൊരു ട്രോളായിട്ടൊക്കെ പോകുന്നതിനപ്പുറം ഇതിന്റെ ഒരു ആയുസ് കോൺഗ്രസ് കാണുന്നില്ല. അത് ഒരു ദോഷമാവുന്നതുമല്ല. ഏതായാലും ഇത് കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇത്തവണ കേരളത്തിലെ ആളുകൾക്ക് ഇത് ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ ഇത് മാറ്റിപ്പിടിക്കുന്നത് എന്ന് സ്വാഭാവികമായി അറിയാമായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെയും വിമർശനം പറയുന്നത് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ലാത്ത, കോൺഗ്രസിന്റെ UDFന്റെ രാഷ്ട്രീയവുമായിട്ട് സഹകരിക്കാത്ത അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് ഇതൊരു വിമർശന വിധേയമാക്കിയും ഒക്കെ എടുക്കുന്നത്. അതിനപ്പുറത്തുള്ള സാധാരണക്കാർക്ക് ഇതൊരു അറിയുന്ന കാര്യമാണ്. കാരണം അത് പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ ഇതില് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി മറ്റന്നാൾ വരുമ്പോൾ അദ്ദേഹം 2 ദിവസമാണ് വയനാട്ടിൽ ചെലവഴിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും അദ്ദേഹം 1-2 റോഡ് ഷോകൾ പങ്കെടുക്കുന്നുണ്ട്, ചെറിയ സമ്മേളനങ്ങളുണ്ട്. ഈ ഓരോ റോഡ് ഷോയും വലിയ ആഘോഷമാക്കി ഒരു ആൾക്കൂട്ടമാക്കാനുള്ള ഉദ്ദേശമാണ് ഇവിടെ. പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് അദ്ദേഹം 16-ാം തീയതി എത്തുമ്പോൾ ലീഗിന്റെ ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെ ആയിരിക്കും ആ റോഡ് ഷോ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും വയനാട്ടെ അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി കാണും അല്ലേ അനുമോദ്? തീർച്ചയായും അദ്ദേഹത്തിന്റെ സന്ദർശനം 15-ാം തീയതി രാവിലെയാണ് ആരംഭിക്കുക. സുൽത്താൻ ബത്തേരിയും അതുപോലെ മാനന്തവാടിയും പടിഞ്ഞാറക്കരയിലും കൽപ്പറ്റയിലുമെല്ലാം അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റോഡ് ഷോയുടെ അവസാനം അദ്ദേഹം വോട്ടർമാരോട് സംവദിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം 15-ാം തീയതി വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന UDFന്റെ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ UDFലെ എല്ലാ പ്രധാന നേതാക്കളുള്ള സമ്മേളനമാണ്. 16-ാം തീയതി അദ്ദേഹം കോഴിക്കോട് നിന്ന് നേരെ തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് എത്തുന്നു. അവിടെ കൊടിയത്തൂരിലാണ് ആദ്യത്തെ റോഡ് ഷോ ഉള്ളത്. അതിനുശേഷം മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള 2 അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിൽ അദ്ദേഹം റോഡ് ഷോയിൽ അങ്ങനെ 6 റോഡ് ഷോകളിലാണ് അദ്ദേഹം 16-ാം തീയതി പങ്കെടുക്കുന്നത്. എന്താണെങ്കിലും ഈ 2 ദിവസം അതാണ് രാഹുൽ ഗാന്ധി ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് ജനങ്ങളെ കാണുവാനും വോട്ടഭ്യർത്ഥിക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുവാനും ഈ 2 ദിവസമാണ് അദ്ദേഹം വിനിയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും ദേശീയ നേതാവാകുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമായിരിക്കാം അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് സ്വന്തം മണ്ഡലത്തിൽ ലഭിക്കുക. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന, അതൊന്നും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെ മറികടക്കുന്ന ഒരു നേട്ടം ഇത്തവണ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം UDF പങ്കുവെക്കുന്നുണ്ട്. എന്താണെങ്കിലും വലിയ വോട്ട് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. വളരെ നന്ദി ശ്രീ അനുമോദ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയതിന്. ഈ തിരയിളക്കം ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുകയാണ്. ഷോർട്ട് ബ്രേക്ക്. തിരയിളക്കം തുടരുന്നു. UDF BJP കൂട്ടുകെട്ടിനെ മറികടന്ന് ആറ്റിങ്ങലിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി V. ജോയ് പറഞ്ഞു. LDFും UDFും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണെന്നും
ആറ്റിങ്ങലിൽ നടക്കുന്നത് എന്നും ജോയ് വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിനിധി വി അരുണുമായാണ് ജോയ് സംസാരിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയിയുടെ വാഹന പ്രചരണ യാത്ര പുരോഗമിക്കുകയാണ്. വാവര അമ്പലത്തിൽ, പോത്തൻകോട് വാവര അമ്പലത്തിലാണ്, നെടുമങ്ങാട് മണ്ഡലത്തിൽപ്പെട്ട വാവര അമ്പലത്തിലാണ് ഇപ്പോൾ പ്രചരണ ജാഥയുള്ളത്. വലിയ ആവേശത്തോടുള്ള സ്വീകരണം എല്ലാ കേന്ദ്രങ്ങളിലും അദ്ദേഹത്തിന് ഇടതുമുന്നണി പ്രവർത്തകർ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെയുണ്ട്? ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നണിയുടെ പ്രതീക്ഷകൾ? ഇനി ഒരു 10-13 ദിവസമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇവിടെ ജയിക്കും. ഇടതുപക്ഷത്തിന്റെ ജയം സുനിശ്ചിതമാണ്. 23-ാം തീയതി വരെ ഈ തുറന്ന വാഹനത്തിലെ പ്രചരണ പരിപാടികൾ ഉണ്ട്. കൂടുതൽ ആളുകളെ നേരിട്ട് കാണാനും അവരോട് സംവദിക്കാനും കിട്ടുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അവസരമാണ് ഈ തുറന്ന വാഹനം. അപ്പോൾ മാക്സിമം ആളുകളെ കാണുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെ ശക്തി കേന്ദ്രവും ഏറ്റവും എളുപ്പം ഇടതുമുന്നണി ജയിക്കുന്ന മണ്ഡലവുമായിരുന്നു ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ ഒരു മാറ്റമുണ്ടായി. എങ്ങനെയാണ് ആ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അല്ല, കഴിഞ്ഞ തവണ വന്ന ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. ആ സാഹചര്യം ഇന്നില്ല. ഇന്ന് കൃത്യമായി ആളുകൾക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്യുന്ന ചെയ്തികളും കോൺഗ്രസ് എടുക്കുന്ന അവസരവാദപരമായ സമീപനവും ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരാൾ സിറ്റിംഗ് MP ആണ്, മറ്റേയാള് കേന്ദ്ര സഹമന്ത്രിയാണ്, BJPയുടെ പ്രധാന നേതാവാണ്. ഇവിടെ ആര് തമ്മിലാണ് നേരിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്? ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. ഇനി ഒരു 10-13 ദിവസം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ നിലയിൽ അത് തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ UDF സ്ഥാനാർത്ഥിയായി ഇതുപോലെ സംസാരിച്ചിരുന്നു യാത്രക്കിടയിൽ. അദ്ദേഹം പറഞ്ഞത് ഇവിടെ BJP-യും CPM-ഉമായിട്ട് ഒരു അന്തർധാരയുണ്ട്, അങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് എങ്ങനെയാണ് ജയിച്ചതെന്ന് ഇടയ്ക്കൊരു ചാനല് ഒരു ശബ്ദലേഖനം പുറത്തുവിട്ടിരുന്നു. അത് തന്നെയാണ് ആ അന്തർധാര എന്ന് പറയുന്നത്. അല്ലാതെ CPM ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാറില്ല. അങ്ങനെ ഒരു അന്തർധാരയില്ല. അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അതിൽ സംശയമില്ല. ഇപ്രാവശ്യവും ചില നീക്കുപോക്കുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് പറയാം. ഇരട്ട വോട്ടുകളടക്കമുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ തവണ ഉന്നയിച്ചത് ഇത്തവണ അത്ര ആരോപണങ്ങൾ വന്നു. ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് അത് തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് അത്തരമൊരു ആരോപണത്തിലേക്ക് പോകാനുള്ള കാരണം? എന്താണ്? ഒരു കാരണവശാലും ഇല്ലാത്ത ചില കാര്യങ്ങളെടുത്ത് പ്രൊജക്ട് ചെയ്ത് കൊടുത്തു. അത് വളരെ സസൂക്ഷ്മം. തിരുവനന്തപുരം കളക്ടർ നമ്മുടെ ജില്ലയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായ കളക്ടർ അത് വളരെ വ്യക്തമായി പരിശോധിച്ചു. അങ്ങനെ ഇല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. എന്താ ഇയാൾ കോടതി പോവാത്തത്? കോടതി പോയി അത് തെളിയിക്കാനുള്ള അവസരമുണ്ടല്ലോ, അത് ചെയ്യിക്കട്ടെ. അപ്പൊ അത് വെറുതെ പറയുന്നതാണ്, അതിനകത്ത് ഒരർത്ഥവും ഉള്ളതല്ല. കഴിഞ്ഞ തവണ അത് പറഞ്ഞെങ്കിലും പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചതാണ്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇതിനെ കണക്കുകൂട്ടുന്നത്. നടക്കുന്ന കാര്യമല്ല. ഏതായാലും അങ്ങനെ ഒരു അന്ധധാര ഉണ്ടെങ്കിൽ പോലും അത് മറികടന്ന് UDF-ഉം BJP-യുടെ അത്ര അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും മറികടന്ന് വരാനുള്ള ഒരു സംഘടനാ ശക്തിയും ജനപിന്തുണയും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഉറപ്പായിട്ട് അവരിനി രണ്ടുപേരും കൂടി ചേർന്ന് നിന്ന് പിന്നെ പ്രവർത്തിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കും. ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം ഉറപ്പായിട്ട് ജയിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനൊരു സംഘടനാ വർക്ക്, തെരഞ്ഞെടുപ്പ് വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് BJP-യും UDF-ഉം ഒത്തുചേർന്ന് പ്രവർത്തിച്ചാലും ഇവിടെ ഇടതുമുന്നണി ജയിക്കുമെന്ന പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയ് മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ സന്തോഷ് മണക്കാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. VV അരുണാണ് ഇടത് സ്ഥാനാർത്ഥിക്കൊപ്പം ചേർന്നത്. പൗരത്വ നിയമത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായ വിമർശനത്തിൽ പ്രതികരിച്ച് VD സതീശൻ. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ശരിയായി വായിച്ചു നോക്കാത്തത് കൊണ്ടാണ് സംശയം ഉണ്ടാകുന്നത്. ശരിയായി വായിച്ചാൽ
പാർട്ടിയുടെ നിലപാട് ബോധ്യമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ കാര്യമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് മാത്രം ചർച്ച ചെയ്താൽ മതി, ഇത് മാത്രം ചർച്ച ചെയ്താൽ മതിയാ. അതിനൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരണഘടനാ വിരുദ്ധമായി മോഡി ഭരണകൂടം ചെയ്ത എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും. അത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഞങ്ങളുടെ പ്രകടന പത്രികയെങ്കിലും ഞങ്ങളെ കൊണ്ട് എഴുതാൻ സമ്മതിക്കും. അതുകൂടി കയറി പിണറായി വിജയൻ എഴുതല്ലേ. അത് വായിച്ചു നോക്കാഞ്ഞിട്ടാണ്. അത് വായിച്ചു നോക്കാഞ്ഞിട്ടാണ്. ആ 8ാമത്തെ പേജ് 22ാമത്തെ പേജ് ഒന്ന് മോൻ വായിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും. രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഭരണഘടനാപരമായ നിയമങ്ങളും ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും. ഞങ്ങളുടെ കേസ് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തെന്നാണ്. നിങ്ങളാരുമല്ലല്ലോ പാർലമെന്റിൽ പ്രസംഗിച്ചത്. CPM നേതാക്കളൊന്നും അല്ല പാർലമെന്റിൽ പ്രസംഗിച്ചത്. പാർലമെന്റിൽ പ്രസംഗിച്ചത് ശശി തരൂരാണ് ലീഗൽ ഒബ്ജക്ഷൻ റൈസ് ചെയ്തത്. ആർട്ടിക്കിൾ 14 15 വയലേഷനാണ്. പൗരത്വ നിയമം നടപ്പാക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ നിലപാട്. BJPയെ സഹായിക്കാൻ CPM ശ്രമിക്കുന്നതിന്റെ തെളിവാണ് തൃശൂർ മേയറുടെ സുരേഷ് ഗോപിയെ അനുകൂലിച്ചുള്ള പ്രസ്താവനയെന്ന് VD സതീശൻ. CPM വോട്ട് കിട്ടി ജയിക്കാൻ പറ്റുമോ എന്നാണ് BJPയും നോക്കുന്നത്. തൃശൂരും തിരുവനന്തപുരത്തും ഇതിനുള്ള ശ്രമങ്ങളുണ്ടെന്നും VD സതീശൻ ആരോപിച്ചു. തൃശൂരിലും തിരുവനന്തപുരത്തും അവർ ശ്രമിച്ചു നോക്കിയാൽ തൃശൂരിൽ അതൊരു പരസ്യമായ ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എവിടെ CPM-ഉം BJPയും തമ്മിൽ ബന്ധമുണ്ടാക്കിയാലും BJPയെ കേരളത്തിൽ ഒരു അക്കൗണ്ടും തുറക്കാൻ കോൺഗ്രസും UDFും സമ്മതിക്കില്ല. അവിടെയെല്ലാം വൻ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുക തന്നെ ചെയ്യും. അതേസമയം BJP അക്കൗണ്ട് തുറക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണത്തേത് എന്ന് PC ജോർജ് പറഞ്ഞു. എല്ലാ സീറ്റിലും 1,00,000 വോട്ടെങ്കിലും കൂടുമെന്നും PC ജോർജ് വ്യക്തമാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഒരു നാഴികക്കല്ലായി മാറും. BJP നിർണായക ശക്തിയായി ഉയരും എന്ന് മാത്രമല്ല, അക്കൗണ്ട് തുറന്നിരിക്കും. BJP അക്കൗണ്ട് തുറക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. BJPയുടെ അംഗങ്ങൾ യാതൊരു സംശയമില്ലാതെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ശ്രീ നരേന്ദ്രമോദിക്ക് കൈപൊക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെതിരെ സജി മഞ്ഞക്കടമ്പിൽ. ഫ്രാൻസിസ് ജോർജ് മത്സര തൊഴിലാളിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പണം വീട്ടിൽ കൊണ്ടുപോകുന്ന ഫ്രാൻസിസ് ജോർജ് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഫ്രാൻസിസ് ജോർജ് LDF നിൽക്കുമ്പോൾ ഞാൻ UDFകാരനായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് കൂടുതൽ വർദ്ധാൻ വേണ്ട. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇടുക്കിയിൽ നിന്നുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഇടുക്കിയിൽ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ച ആളുകൾ പറഞ്ഞിരിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ പഴയ ആത്മസുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു മത്സര തൊഴിലാളിയാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും. ഏത് മുന്നിലെ ആളും മത്സരിക്കണം. അനുസരിച്ച് പാവപ്പെട്ട ആളുകൾ അവരുടെ പോക്കറ്റിലെ പൈസ മുടക്കി പ്രവർത്തിക്കും. ഇങ്ങനെ പണപ്പെരുമായിട്ട് നടക്കും. അവസാനം അദ്ദേഹം പണമായിട്ട് വീട്ടിൽ പോകുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ 6 കോടി രൂപ അദ്ദേഹത്തിന് ആസ്തിയുണ്ട്. അദ്ദേഹം QR കോഡ് ഇട്ടിട്ടുണ്ട്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പ്രതികരിച്ച് LDF കൺവീനർ EP ജയരാജൻ. ബോംബ് നിർമ്മാണം പോലുള്ള കുറ്റങ്ങൾ ആര് ചെയ്താലും അത് തെറ്റാണ്. കേസ് പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ എന്നും EP ജയരാജൻ പറഞ്ഞു. ആര് കുറ്റം ചെയ്താലും തെറ്റാണ്. പോലീസ് സത്യസന്ധമായി നീതിപൂർവമായി നടപടി സ്വീകരിക്കും. തെറ്റായ പ്രവണതകൾ ആരുടെ ഭാഗത്തു നിന്നായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്താൽ ആര് തെറ്റ് ചെയ്താലും തെറ്റാണ്. പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചുമത്തിയത് നിസ്സാര വകുപ്പുകളാണെന്ന് രമേശ് ചെന്നിത്തല. പ്രതികളെ രക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നിരന്തരം ശ്രമിക്കുന്നു. കേസ് NIAക്ക് റഫർ ചെയ്യണമെന്നും കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരു തുമ്പും കിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള പോലീസിനെ കൊണ്ട് അന്വേഷിച്ചാൽ ഇതിൽ ഒരു തുമ്പും കിട്ടാൻ പോകുന്നില്ല. കാരണം ആദ്യം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ശ്രമിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ വളരെ നിസ്സാരപ്പെട്ട വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്, ഇതിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് UAP. ബോംബ് സ്ഫോടനം ഉണ്ടാക്കുക, ആ സ്ഫോടനം കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുക,
ഭയപ്പെടുത്തുകയും മാത്രമല്ല രാജ്യത്തിന്റെ യൂണിറ്റിക്കും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനും വെല്ലുവിളി ഉയർത്തിയാൽ it is definitely attracting the section 15 of UN. ആ നിയമം ചുമത്തി ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് NIA-ക്ക് വിട്ടുകൊടുക്കാതെ ഈ കേസിലെ പ്രതികളെ തിരിച്ചറിയാൻ സാധ്യമല്ല. ഇടവേള. അതായത് തെരഞ്ഞെടുപ്പിന് ഇനി 13 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കടുത്ത പ്രചരണാവേശത്തിലാണ് കേരളം. ജനമനസ്സറിയാൻ ന്യൂസ് 18 വോട്ടോട്ടം ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് പര്യടനം നടത്തിയത്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കാലങ്ങളായുള്ള അവസ്ഥ പരിതാപകരമാണ്. ഒരു മഴ പെയ്താൽ മറുകരയെത്തണമെങ്കിൽ യാത്രക്കാർക്ക് ദുരിതം തന്നെ. വോട്ടോട്ടത്തിൽ നാട്ടുകാർ പ്രതികരിക്കുന്നു. കാണാം MG മിഥുൻ്റെ റിപ്പോർട്ട്. വോട്ടോട്ടം എന്നുള്ളത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. അതിൽ നമ്മളിത് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഈ ഒരു ശോചനാവസ്ഥ തന്നെയാണ്. അതായത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ, ഇന്നലെ ഉണ്ടായ മഴയിൽ ആണ് ഈ ഒരു ഇത്രയും ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് ദീർഘകാലമായി ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു പ്രശ്നമാണ് ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി പല ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട് അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പണികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു ദുരവസ്ഥ തുടങ്ങിയിട്ടെന്നാണ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ബസ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ദീർഘകാലമായി ഇവർ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ പോലും തന്നെ അതിനൊരു സ്ഥായിയായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടൽ ഇത്തവണയെങ്കിലും ഉണ്ടാകണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എന്താണ് ഇവർ പറയുന്നത്, ഇത്രയും കാലതാമസം എടുക്കാൻ പറയുന്നത്? കാലാവസ്ഥ എടുക്കാൻ പറയുന്നത് നമുക്കറിയത്തില്ല. ശരിക്കും ഇത് അനാസ്ഥയാണ്. തന്നെ അതിൽ ഭരിക്കുന്ന മുന്നണിയുടെ അനാസ്ഥ അല്ലാതെ പറയുന്നത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡ് പരിസരമാണിത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വരണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് സ്ഥായിയായ പരിഹാരം കാണണമെന്നുള്ള ആവശ്യവും അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും അതിലൊക്കെ തന്നെ ഇത്തവണയെങ്കിലും ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 പത്തനംതിട്ട. ഇനി തെരഞ്ഞെടുപ്പിൽ യുവാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. ന്യൂസ് 18 വോട്ടോട്ടം അതാണ് ഇന്ന് പരിശോധിച്ചത്. വോട്ടോട്ടം പത്തനംതിട്ടയിൽ തുടരുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ വരുന്ന വഴിയിൽ യുവജനങ്ങളെ കുറിച്ച് കാണുക, അവരുടെ അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായാലും വരുന്ന വഴിയിൽ കുറച്ച് ട്രെയിൻ ചെയ്യുന്ന പിള്ളേരെ കണ്ടിരുന്നു. അവരുടെ ഈ ഇലക്ഷൻ വൈബ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ്. ഇതിൽ പലർക്കും വോട്ട് ആദ്യമായി ചെയ്യുന്നവരുണ്ട്, വോട്ട് ഇത്തവണ വോട്ടുണ്ടോ? എത്ര വയസ്സായി ഇപ്പം? എനിക്ക് ഇനി ഈ വർഷം 15 വയസ്സ്. 15 വയസ്സായുള്ളൂ. അപ്പൊ ഇനി 3 വർഷം കൂടെ ഉണ്ട് നമുക്ക് മറ്റേ വോട്ട് രേഖപ്പെടുത്താനൊക്കെ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഇലക്ഷനെ കുറിച്ച്? ഈ സ്ഥാനാർത്ഥികളൊക്കെ കാണാറുണ്ടോ? ആരൊക്കെ ഇത്തവണ ഇലക്ഷൻ നിൽക്കുന്നത് അറിയോ? എന്ന് പറഞ്ഞേ. എങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെയില്ല? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഇലക്ഷനോടൊന്നും താല്പര്യമില്ല? ഇല്ല ഇല്ല. അതെന്താ അങ്ങനെ? ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം എനിക്ക് 15 വയസ്സായിട്ടേ ഉള്ളൂ. 18 വയസ്സായതിനു ശേഷം അതിനെപ്പറ്റി ആലോചിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണോ? എങ്ങനെയാ? വോട്ടുണ്ടോ ഇത്തവണ? ഇല്ല, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്തിട്ടില്ല? എന്ത് പറ്റി? സമയമുണ്ടല്ലോ. ഇനി സമയമില്ല. ഇത്തവണ വോട്ട് ചെയ്യാൻ ഇനി സമയമൊന്നുമില്ല. അല്ല, ഞാൻ ചെയ്തില്ല ഇതുവരെ. സമയം കിട്ടിയില്ല. അത് തന്നെ വേറെ കാര്യം. അതുകൊണ്ട് തന്നെയാണ്. ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പിന്നെ കണ്ടോ, വെയിലത്തൊക്കെ ചൂടെടുത്ത്. നല്ല ചൂടാണല്ലേ? എന്താ ഒന്നും മിണ്ടാതെ? എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? നിങ്ങൾക്ക് ഇതില് ആർക്കെങ്കിലും വോട്ടുണ്ടോ? ഉണ്ട്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇനി ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. ആർക്കാണെന്നൊന്നും ചോദിക്കുന്നില്ല. എങ്കിൽ പോലും തന്നെ ഒരു തീരുമാനം നേരത്തെ മനസ്സിലെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നാലും ആര് വരണമെന്ന്, അതായത് നിലവിലെ MP യുടെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയാ? അപ്പൊ ആ MP തന്നെ തുടർന്നാ മതിയോ, അതോ വേറെ ഏതെങ്കിലും മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ജനങ്ങളെ സഹായിക്കുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് വോട്ടിടുക. ഈ നിലവിലെ MP ജനങ്ങളെ സഹായിക്കാറൊക്കെ ഉണ്ടോ? ഇപ്പം നടക്കുന്ന കണ്ടിട്ടില്ലേ? എങ്ങനെയാ
എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, സഹായിക്കുന്നുണ്ട്. സഹായിക്കുന്നുണ്ട്. ആന്റോണിന് ഭയങ്കര സഹായം, ഞങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ കല്യാണം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തവണയും ആന്റോണിന്റെ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, ആന്റോണിക്ക് തന്നെ വോട്ട് ചെയ്യും. ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും ആന്റോണിക്ക്. അങ്ങനെയാണല്ലേ? എന്തായാലും ആന്റോണിക്കൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്, ഒപ്പം തന്നെ കുറച്ചധികം ആൾക്കാർ വേറെ ഉണ്ട്. എങ്ങനെയുണ്ട് ട്രെയിനിങ് ഒക്കെ? എങ്ങനെ പോകുന്നുണ്ട്? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിൽ കുറെ ആളുകളൊക്കെ PSCയിൽ ബാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ലിസ്റ്റിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം സമീപകാലത്തൊക്കെ നമുക്കറിയാലോ, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ CPയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ അവസാനിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പല രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ പല സമരങ്ങളൊക്കെ നടത്തിയിട്ട് പോലും സർക്കാർ അവരെ നോക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇന്ന് അവർ മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയൊക്കെ ഇരിക്കുകയാണ്, കാരണം അവരുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, അവരുടെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരികയുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തെരഞ്ഞെടുപ്പ് എല്ലാം ബേസിക്കലി നല്ലതാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഇതിൽ കിട്ടിയാലെന്ന് വെച്ചാൽ ജീവിതം ഞങ്ങളുടെ മുമ്പോട്ട് പോകും, കിട്ടിയില്ലെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കുന്ന രീതിയാണ്. പിന്നെ ബേസിക്കലി എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് എല്ലാം നല്ല തന്നെയാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ ഇത്രയും പേര് ഒരുപാട് പേര് വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഞങ്ങളെല്ലാം ഒരു ലിറ്റർ വെള്ളമാണെങ്കിൽ പോലും മാക്സിമം 2 ലിറ്റർ വെള്ളമാണ് ബായിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഒരുപാട് ദൂരെ നിന്ന് എരുമേലി മുണ്ടാക്കയം അത്രയും ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഈ വെള്ളം കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റേഡിയത്തിൽ ഒരു വെള്ളം കുടിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഒരു ഇച്ചിരി വെള്ളം കുടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ച് അത്രയ്ക്ക് ഉപകാരമായിരുന്നു. സ്റ്റേഡിയം എല്ലാ ആവശ്യങ്ങൾക്കും സ്റ്റേഡിയം യൂസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്റ്റേഡിയം യൂസ് ചെയ്യുന്നുണ്ട്. വലിയ പ്രോഗ്രാം, വലിയ ആൾക്കാർ വരുമ്പോൾ സ്റ്റേഡിയം പണിയുന്നുണ്ട്, പുതുക്കുന്നുണ്ട്, പൊളിക്കുന്നുണ്ട്, കുഴിച്ചിടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ അവർക്ക് അവരവരായ വരുന്നവർക്കെല്ലാം വെള്ളം കുടിക്കാനെല്ലാം വീട്ടിൽ നിന്ന് വലിയ ആൾക്കാർ കൊണ്ടിറക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് 1 ലിറ്റർ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പമ്പിൽ പോകണം, 2 കിലോമീറ്ററോളം നടന്ന് പമ്പിൽ പോയി വേണം വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുടിക്കാനായിട്ട്. അത് മാത്രമേ ഉള്ള സാഹചര്യം. കാരണം ദാഹിച്ച് വേണം ഞങ്ങളെല്ലാം ഗ്രൗണ്ടിൽ ഓടിയിട്ട് വന്ന ഒരു വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ചോദിക്കാൻ പോലും ഇല്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഗ്രൗണ്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണമെന്നുള്ള ആവശ്യമൊക്കെ ഉണ്ടല്ലോ. ഒപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ഷനാണ്, നിങ്ങൾക്കൊക്കെ ഓരോ അഭിപ്രായം ഉണ്ടല്ലോ. അതിൽ ആരെ പിന്തുണയ്ക്കണമെന്ന് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഒപ്പം തന്നെ ആർക്കൊപ്പം നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കണമെന്നൊക്കെ ഉള്ള ഒരു മനസ്സിലുണ്ടായിരിക്കുമല്ലോ. ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഗണേഷ് കുമാർ സാറിന്റെ ഒപ്പം തന്നെ നിൽക്കാൻ താല്പര്യമാണ്. സാറിനെ തന്നെ പെർമനന്റ് ആയിട്ട് വീണ്ടും ഈ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ അതെ, ഗണേഷ് കുമാർ ഇത്തവണ എന്തായാലും ലോക്സഭാ മത്സരമാണല്ലോ നടക്കുന്നത്. അപ്പം ഗണേഷ് കുമാർ പിന്തുണയ്ക്കുന്ന LDFനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറാണെങ്കിൽ മോട്ടോർ വാഹനത്തിന്റെ ഒരുപാട് നിയമനങ്ങൾ കൊണ്ടുവന്നപ്പോഴും ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആ വാഹനം എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഓടിച്ച് കറക്റ്റ് ലൈസൻസ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ മാത്രം ഓടിക്കാൻ മുന്നോട്ട് ഇറങ്ങിയാൽ മതി. അല്ലാതെ റോഡിൽ ഇപ്പോൾ തന്നെ എന്ത് ആക്സിഡന്റ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ലൈസൻസ് കറക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഓടിക്കാൻ അറിയുന്നില്ല പലർക്കും. എല്ലാവർക്കും 2 ഓട്ടോ ഓടിയിട്ട് കഴിഞ്ഞ ഉടനെ വണ്ടി ഇറക്കി റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം പഠിച്ചെന്നുള്ള രീതി. സാറ് പറഞ്ഞ കറക്റ്റ് കാര്യം, ഓടിക്കാൻ അറിയുന്നവർ മാത്രം ഇറങ്ങി റോഡിൽ വണ്ടി ഓടിക്കൂ. അല്ലാത്തൊരു ലൈസൻസ് കറക്റ്റ് ഓടിച്ച് കറക്റ്റ് ലൈസൻസ് കിട്ടിയാൽ മാത്രം കഴിഞ്ഞ് റോഡിൽ ഇറങ്ങിയാൽ മതി. ഇതിപ്പം ആക്സിഡന്റ് മൂലം അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അവരുടെ ഭാഗം നമ്മുടെ ഭാഗം, കാരണം പൈസ ഉള്ളവരെന്നും അന്ന് തന്നെ അവരുടെ ഭാഗം തന്നെയാണ് വിജയിക്കുന്നത്. പാവപ്പെട്ടവനെന്നും അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാറിനെതിരെ, കേട്ടിട്ടുണ്ടായിരുന്നോ? എന്തായാലും ഞാൻ അതിലേക്ക് നടക്കുന്നില്ല, അത് പറയുന്നില്ല. എന്തായാലും എങ്ങനെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ? സാനിച്ചേട്ടാ ആദ്യം എല്ലാം പറഞ്ഞല്ലോ, അത് തന്നെയാണ്. അതേ അഭിപ്രായം തന്നെയാണ്. അതേ അഭിപ്രായം തന്നെയാണ്. വെള്ളം മാത്രമല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റേഡിയത്തിൽ വേണമെന്നുണ്ട്. ബാക്കിയെല്ലാം ചേട്ടൻ പറഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ ഈ സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങൾ കാണാറുണ്ടോ? കണ്ടായിരുന്നോ? കാണാറൊക്കെ. ഒരു പ്രചരണത്തേക്ക് വരാറുണ്ടോ ഇങ്ങോട്ടൊക്കെ? ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഈ ഇങ്ങനെ നമുക്ക് ട്രെയിനിങ്ങിനൊക്കെ കുറെ അധികം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, അങ്ങനെയുള്ള അതിനൊക്കെ ഒരു ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇവരാരെങ്കിലും തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞാനുണ്ട് ഒപ്പം എന്നെങ്ങനെ പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ചേട്ടൻ പറഞ്ഞല്ലോ. ഞങ്ങളെന്ന് പറയാൻ ഞങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും അറിഞ്ഞെടുക്കാൻ ഞങ്ങളുടെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. കാരണം ചേട്ടനാണ് ഞങ്ങളുടെ എല്ലാം. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച് ഗ്രൗണ്ടിൽ കാല് വെച്ചപ്പോൾ തൊട്ട് ഞാൻ ചേട്ടനെയാണ് കാണുന്നത്. ചേട്ടൻ തരുന്ന വഴിയിലൂടെയാണ് നടക്കുന്നത്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചേട്ടനോടാണ് പങ്കുവെക്കാറുള്ളത്. ചേട്ടനാണ് ബാക്കിയുള്ള ഞങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും ചെയ്തു തരുന്നത്. അതാണല്ലേ റിജിനല്ലേ? റിജിനാണ് ഈ കുട്ടികളെ എല്ലാം തന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തത്. ഇത് എന്ന് മുതലാണ് ഇത് ആരംഭിക്കുന്നത്? 3 വർഷത്തോളമായി പ്രാക്ടീസ് ആരംഭിച്ചിട്ടാണ്. നമ്മളിപ്പം ചെയ്യിപ്പിക്കുന്ന മേജർ സർവീസ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറഞ്ഞൊരു അക്കാഡമിയിലാണ് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനെ വിവിധ ഫോഴ്സുകളിലേക്ക് പോകാനുള്ള കുട്ടികളുണ്ട്. അവരാണ് പ്രധാനമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒട്ടനവധി കുട്ടികൾ ഇപ്പോൾ തന്നെ ജോലിയുടെ മേഖലകളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അഗ്നിവീറിനകത്ത് തന്നെ കുറേ കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? ഇപ്പോൾ കമ്പാരിറ്റീവ്ലി പണ്ടത്തേതിനൊക്കെ കുറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥിര നിയമനം ഇല്ല എന്നുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പട്ടാളത്തിൽ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കരിയർ പെർഫോമൻസ് 4 വർഷം കാണിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ സ്ഥിര നിയമനം കിട്ടത്തുള്ളൂ.
അതുകൊണ്ട് മലയാളികൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ കുറച്ച് ആളുകളെ ഉള്ളൂ ഇപ്പം ഉള്ളത്. പക്ഷെ പണ്ട് ഇതിലും അധികം ഒത്തിരി കുട്ടികൾ വന്നുകൊണ്ടിരുന്നത്. പണ്ടൊരു 100 കുട്ടികൾ വന്നുകൊണ്ടിരുന്നെങ്കിൽ അപ്പോൾ അതൊരു 20% കുറഞ്ഞു. അതിൻ്റെ എന്ന് പറഞ്ഞൊരു 20 കുട്ടികളോളമേ ഇപ്പം വരുന്നുള്ളൂ ഈ ഒരു മേഖലയിലോട്ടാണ്. കാരണം സാലറി പറഞ്ഞു, പണ്ടത്തേതിനേക്കാളൊക്കെ സാലറി പറഞ്ഞു. പണ്ട് 40,000 രൂപയോളം ബേസിക് സാലറി സ്റ്റാർട്ടിങ് വന്നുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അത് 20,000-ഓളമായി. അപ്പം പകുതിയോളം ആയതുകൊണ്ട് കുട്ടികൾ ആ ഒരു മേഖലയിലും പ്രത്യേകിച്ച് പത്തനംതിട്ട ഏരിയയിൽ കുറഞ്ഞു. നല്ല ഒരുപാട് ആളുകൾ പണ്ട് നമ്മുടെ ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരു അതാണ് യുവാക്കൾ MG മിഥുനുമായി സംസാരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിനെ പറ്റിയും അവരുടെ ആവശ്യങ്ങളെ പറ്റിയും ഒക്കെയുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇന്നത്തെ തിരയിളക്കം ഇവിടെ സമാപിക്കുകയാണ്. നാളെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ